ഞാനെടുക്കാം. ഇങ്ങ് തരും, ഞാൻ പിടിച്ചോളാം. പോണത് കണ്ട അമ്മളോട് പറഞ്ഞപ്പോ മുടിക്ക് പിടിച്ചടിച്ചൊരുത്തി. ഇപ്പൊ ആരെ പിടിച്ചടിക്കും? ഇതിനെയൊക്കെ തലമുടിക്ക് പിടിക്കാനോ വേണ്ടത്? കക്കുസിപ്പോഴും ചെരുപ്പെടുത്ത് കണ്ടില്ല, കുന്തം പോലെ നിൽക്കുന്നത്. നിനക്ക് അവളെ തലയെ വെച്ച് ആട്ടിക്കൊണ്ട് നടന്നല്ലേ. ഇപ്പോഴെന്തായി? ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നേരെ അവളെ വീട്ടുമുട്ടിൽ കാലത്ത് വെക്കും. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പിന്നെ കാണാം. ഇതാരാ? പുതുമണവാളനോ? ആദ്യത്തവനെ വിട്ടു, ഇനി ഇവനെങ്കിലും വെച്ചോണ്ടിരുന്നാ കൊള്ളാം. അവര് പറഞ്ഞല്ലോ, നീ കേട്ടില്ലേ? ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? അമ്മേ, ഇതുവരെ ഞാൻ നിന്നോട് മുഖം കറുപ്പിച്ച ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇപ്പൊ നാട്ടുകാരെന്നോട് മുഖം കറുപ്പിക്കാൻ നീ ഇടയാക്കി. ഇവളെന്തിനു ഭൂമിക്ക് ഇങ്ങനെ ഭാരമായിരിക്കണം? ഇവക്കൊന്ന് ചത്തുകൂടാനായിരിക്കും നീ വിചാരിക്കുന്നത്. അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കമ്മേ. എനിക്കൊന്നും കേൾക്കണ്ട അമ്മേ. നീ വഴിവഴിച്ചു നിന്ന് ഞാൻ കേൾക്കുന്നു. അന്ന് ഞാൻ മരിച്ചിരിക്കും. നീ ആരുടെ ജീവിതം നശിപ്പിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ആശയോട് കാണിച്ച മാതിരി ഗീതയോടും കാണിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. Will you spare matches? Sure. I will spare. See you. കൊച്ചുമ്മ എന്ന് ചോദിക്കുന്നുണ്ട്, പറഞ്ഞുകൊടുക്ക്. ഇതേ ഞങ്ങളുടെ സ്വന്തം കാര്യം, ഇതിലാരും തലയിടണ്ട. അവരവരങ്ങ് നന്നായിട്ടാ മതി. പിള്ളേരാരും കണ്ടില്ലല്ലോ. താഴെങ്ങാനും ഉണ്ടോ? റാണി, ലക്ഷ്മി, നല്ല 4 അക്ഷരം പഠിക്കാൻ വേണ്ടിയാ അങ്ങോട്ട് വിട്ടത്. പക്ഷെ പഠിപ്പിക്കുന്നവര് ശരിയല്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ അച്ഛനും അമ്മക്കൊക്കെ ഒരു ഭയമല്ലേ? പഠിക്കുന്നില്ലെങ്കിൽ വേണ്ട, വേഗം പൊക്ക. പഠിക്കാണ്ടോ? ഒന്നും വേണ്ട, പോടാ വേഗം. നിങ്ങളുടെ ടീച്ചറിന്റെ പോക്ക് അത്ര ശരിയല്ല. നിങ്ങൾ ആ വഴിക്ക് പോകണ്ട, ഈ വഴിക്ക് വയ്ക്കും. നിക്ക്, എങ്ങോട്ട് പോകുന്നു? ഞാനും എഴുത്തും വായനയും പഠിച്ചിട്ടുള്ളതാ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിലേ എന്റെ വീട്ടിലേക്ക് വാ, എല്ലാവർക്കും പറഞ്ഞു തരാം. ഇപ്പൊ പൊയ്ക്കും. മീനാക്ഷി, എന്തോ കുട്ടികളെല്ലാം അയച്ചു കളഞ്ഞത്? ഈ ചുറ്റുപാടിലുള്ളവർ നിങ്ങളുടെ മകളുടെ തോലിൽ വച്ചിരുന്ന വിശ്വാസം അവള് തന്നെ നശിപ്പിച്ചു. അതുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടത്. ആ ബുക്ക് തരും പ്ലീസ്, ഒന്ന് വേഗം തരും. ഈ ലോകത്തിൽ ആരെന്നെ വെറുക്കുന്നെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചെന്നിരിക്കും. പക്ഷെ നീ എന്നെ വെറുക്കുന്നെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നീ എന്നെ വെറുക്കുന്നുണ്ടോ? അതോ അഭിനയിക്കുകയാണോ? ഞാൻ എന്തിനു അഭിനയിക്കണം? പിന്നെ എന്തിനെന്നെ വെറുക്കുന്നത് പറയൂ. മിസ്റ്റർ പ്രസാദ്, അതൊന്നും നിങ്ങൾ അറിയണ്ട. നിങ്ങൾ നിങ്ങളെ വഴി തിരഞ്ഞെടുത്തു, ഞാൻ എന്റെ വഴി. അതിലെന്താ തെറ്റ്? ഹലോ, ആ തിരുന്ന് എന്റെ കണ്ണു കഴിച്ചു. സോറി, എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് നടന്നു വരാനെങ്കിലും മറ്റുള്ളവർ അനുഭവിക്കണ്ടേ? ചിലർ അങ്ങനെയാണ്. അതൊക്കെ പോട്ടെ, വരൂ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ശരിയാ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഗീതയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടാൻ എനിക്ക് അവകാശമില്ല. എങ്കിലും ഞാൻ ചോദിച്ചു പോകുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. നോ, നോട്ട് അബൌട്ട് യു. ഐ ആം ആസ്കിംഗ് അബൌട്ട് പ്രസാദ് അല്ലേ? മിസ്റ്റർ ജയൻ, ആശയിൽ നിന്നും
നിങ്ങൾ വഞ്ചിക്കപ്പെട്ട പോലെ പ്രസാദിൽ നിന്നും വഞ്ചിക്കപ്പെട്ടവളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളെ കാണുമ്പോഴും ഇടപഴകുമ്പോഴും എനിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നത്. അയ്യോ, ചോര! Just a minute. വരൂ പ്രസാദ്. ആശയുടെ കല്യാണത്തിന്റെ ആദ്യത്തെ ഇൻവിറ്റേഷൻ പാർവതിക്കാണ്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്നോട് എന്തിനു നന്ദി പറയണം? നന്ദി പറയേണ്ടത് ഗീതയോടാണ്. ഗീതയോ? അവളൊരു ത്യാഗത്തിന് തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടക്കാൻ പോകുന്നത്. എന്ത്? പ്രസാദ് ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായിരുന്നു? അതെ, അതറിയാതെയാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നത്. അവളുടെ വലിയ മനസ്സ് എന്റെ മാനം രക്ഷിച്ചു. അപ്പോൾ ഇതെല്ലാം പ്രസാദിന് അറിഞ്ഞുകൂടാ, ഒരിക്കലും അറിയാനും പാടില്ല. എന്നെ വേദനിപ്പിക്കുന്നത് ഞാൻ പിഴച്ചവളാണെന്ന് ധരിച്ചു പോയതാണ് അമ്മേ. അതെനിക്ക് താങ്ങാനാവുന്നില്ല അമ്മേ, താങ്ങാനാവുന്നില്ല അമ്മേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്ലെയിനിൽ തന്നെ പെണ്ണും ചെറുക്കനും കൂടെ പുറത്തെവിടെ പോവാണെന്ന് കേട്ടല്ലോ. യെസ് മിസ്റ്റർ മാൻ, ഇവർ ഹണിമൂണിന് സ്റ്റേറ്റ്സിലേക്ക് പോകും. ഇതിനുശേഷം എനിക്ക് മറ്റൊരു കടമ കൂടിയുണ്ട്.